ആവേശപൂരമായി കൊട്ടിക്കലാശം. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശമാണ് മുന്നണി പ്രവർത്തകർക്ക് വീറും വാശിയുമായത്. മൂന്ന് മുന്നണികളും മുഖത്തോട് മുഖം നോക്കി നിന്നുകൊണ്ട് ട്രങ്ക് റോഡ് ജംഗ്ഷനിലായിരുന്നു കൊട്ടിക്കലാശം. NDAയും UDFും പഴയ ദേശീയപാതയിലും LDF മാള വഴിയിലുമായിട്ടായിരുന്നു സ്ഥലം നിശ്ചയിച്ചിരുന്നത്. ചാലക്കുടി DYSP ഇബ്രാഹിം, SHO ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കേന്ദ്രസേനയുടെയും നേതൃത്വത്തിൽ ശക്തമായ പോലീസ് സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. UDFിന്റെ പ്രവർത്തകരെ തിയേറ്ററിന് മുൻവശത്തു നിന്നും കുറച്ച് മുന്നോട്ട് കയറ്റി നിർത്തിയത് LDF പ്രവർത്തകർ ചോദ്യം ചെയ്തത് ചെറിയ ഒച്ചപ്പാടിനും ബഹളത്തിനും കാരണമായെങ്കിലും പോലീസ് ഇടപെട്ട് ശാന്തരാക്കിയതിനാൽ വലിയ ബഹളം ഒഴിവായി. മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും തുറന്ന വാഹനത്തിലായിരുന്നു. DJ പാട്ടും കാവടിയും നാദസ്വരവും നാസിക് ഡോളുമായിട്ടായിരുന്നു NDAയുടെ പ്രകടനം. സൗത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ അവസാനിപ്പിച്ചായിരുന്നു കൊട്ടിക്കലാശത്തിന് നിരന്നത്. UDF നോർത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും വാദ്യമേളങ്ങളുടെയും DJയുടെയും അകമ്പടിയോടെ വലിയ പ്രകടനമായിട്ടാണ് ട്രങ്ക് റോഡ് ജംഗ്ഷനിലേക്ക് വന്നത്. മാള റോഡിൽ നിന്നിരുന്ന LDFിന്റെ ഭാഗത്ത് നാടൻ കലാരൂപങ്ങളും മെഗാ തിരുവാതിരയും കാവടിയും നാസിക് ഡോളും ആവേശം പകർന്നു. UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് വാഹനത്തിന് മുകളിൽ കയറി വലിയ കൊടി വീശിയതോടെ LDF സ്ഥാനാർത്ഥി ബിജു S ചിറയത്തും വാഹനത്തിന്റെ മുകളിൽ കയറി കൊടി വീശി അഭിവാദ്യം ചെയ്തപ്പോൾ NDA സ്ഥാനാർത്ഥി ചാർലി പോൾ തുറന്ന ജീപ്പിൽ നിന്നും എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയായിരുന്നു.